എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം വൃന്ദാവനത്തിലേക്ക് സ്വാഗതം. ഞാൻ സ്മിത മോൾ, സ്പിരിച്വൽ ഹീലർ ആൻഡ് കൺസൾട്ടൻറ്റ്. ഇന്ന് നമുക്ക് വിശാഖ നക്ഷത്രത്തിൻ്റെ പുതുവർഷ ഫലം എന്താണെന്ന് നോക്കാം. 2025 പൊതുവിൽ നല്ല അനുഭവങ്ങളും നല്ല നല്ല യോഗങ്ങളുമായിട്ടാണ് കടന്നു വരുന്നത്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാനും ചില കുഞ്ഞു കുഞ്ഞു സങ്കടങ്ങൾ തരാനും ഒക്കെ ഒരുങ്ങിയാണ് 2025 വരിക. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമുക്ക് വിജയം തന്നെയാണ്, പരാജയം ഈ വർഷം ലഭിക്കില്ല എന്നൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് പരാജയങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് നമുക്ക് എത്താൻ സാധിക്കാതെ വരുമ്പോൾ കുഞ്ഞു കുഞ്ഞു പരാജയങ്ങൾ നമുക്ക് സമ്മതിക്കേണ്ടതായിട്ട് വരും. വർഷമോ നക്ഷത്രമോ അല്ല നമ്മുടെ ജയപരാജയം നിർണ്ണയിക്കുന്നത്. നമ്മുടെ തൊഴിലും നമ്മുടെ കഠിനാധ്വാനവും നമ്മുടെ മൈൻഡുമാണ് നമ്മുടെ ജയത്തെയും പരാജയത്തെയും നിർണ്ണയിക്കുന്നത്. നാം എന്താവണം, ആരാവണം എന്ന് ചിന്തിക്കുന്നതനുസരിച്ചായിരിക്കും നമുക്ക് ഈ വർഷങ്ങൾ നേട്ടങ്ങൾ നമ്മളിലേക്ക് ഓടിയെത്തുക. വളരെ നല്ല അനുകൂലമായ വർഷമാണ്. ഒരുപാട് പുരോഗതികളും വിദേശ സഞ്ചാര യോഗവും ഒക്കെ തരുന്ന വർഷമാണ്. അതുപോലെ തന്നെ കിട്ടാക്കടങ്ങളൊക്കെ തിരിച്ചു കിട്ടുകയും പുതിയ വാഹനം സ്വന്തമാക്കാനും ഒക്കെ സാധിക്കുന്ന വർഷമാണ്. അതുപോലെ തന്നെ ക്രയവിക്രയങ്ങളൊക്കെ നടക്കുന്ന വസ്തു കൊടുക്കൽ വാങ്ങലുകൾ അല്ലെങ്കിൽ വാഹനം കൊടുക്കൽ വാങ്ങലുകൾ ഒക്കെ സാധിക്കുന്ന വർഷമാണിത്. ആരോപണങ്ങളൊക്കെ ചെറുതായിട്ട് കേൾക്കേണ്ടി വരികയും കുറച്ച് അസൂയാലുക്കളെയൊക്കെ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു വർഷം കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് എപ്പോഴും ജീവിതത്തിൽ പുരോഗതി വരുമ്പോഴായിരിക്കും ശത്രുക്കളും കൂടുക, അല്ലേ? ഒരിക്കലും പുരോഗതി ഇല്ലാത്തൊരു വ്യക്തിയോട് ശത്രുത ഉണ്ടാക്കേണ്ട കാര്യം മറ്റുള്ളവർക്കില്ല. അപ്പോൾ ഒരുവൻ പോകുന്ന പാത കറക്റ്റ് ആണെങ്കിൽ അവന് ശത്രുക്കൾ ഏറിയിരിക്കും, പാത തെറ്റാണെങ്കിൽ അവന് ശത്രുക്കൾ കുറഞ്ഞിരിക്കും. അതുകൊണ്ട് ശത്രുക്കൾ ഏറുമ്പോൾ നമുക്ക് അഭിമാനിക്കാം, കാരണം നമ്മൾ പോകുന്ന പാത കറക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല വിജയം നേടാൻ വേണ്ടി ഉറച്ച മനസ്സോടുകൂടി തന്നെ മുന്നോട്ട് പോകണം. ഇടയ്ക്ക് ചെറിയ രോഗാവസ്ഥകളൊക്കെ നമ്മൾ അലട്ടുകയും മനപ്രയാസപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമെങ്കിലും അതിനെയെല്ലാം മനഃശക്തി കൊണ്ട് ഓവർകം ചെയ്യാൻ സാധിക്കുന്ന വർഷമാണ്. അതുപോലെ തന്നെ പ്രതീക്ഷിക്കാത്ത ധനം കയ്യിൽ വന്നു ചേരുകയും അതിൽ നിന്ന് തന്നെ നമുക്കത് അനുഭവയോഗമാകാനും സാധ്യതയുള്ള വർഷമാണ്. വളരെ കാലമായി ആലോചിച്ചിരുന്ന പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കുന്ന വർഷമാണ്. വിവാഹമൊക്കെ പലതവണ ആലോചിച്ച് വന്നിട്ടും ഒന്നും ഉറയ്ക്കാതെ ഒരു കാര്യങ്ങളും മുന്നോട്ട് പോവാതെ വളരെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് ശ്രമിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ഒരു പരിശ്രമിച്ചാൽ നല്ല വിവാഹ ബന്ധവും, അല്ലെങ്കിൽ ഇത്രയും നാളത് നടക്കാതിരുന്നത് നന്നായി എന്ന് ചിന്തിക്കുന്ന രീതിയിലൊക്കെയുള്ള നല്ല ശുഭകരമായ ബന്ധങ്ങളും പരിചയങ്ങളും ഒക്കെ വന്നെത്തുന്ന വർഷമാണ്. അപ്പോൾ നല്ല വിവാഹം നടക്കുന്ന വർഷമാണ് കേട്ടോ. വിവാഹ കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കുന്ന ടൈമിൽ നല്ലതുപോലെ ആലോചിച്ച് അന്വേഷിച്ച് നടത്തിയില്ല എങ്കിൽ ചിലപ്പോൾ മനപ്രയാസത്തിനും വഴിയൊരുക്കാനും സാധ്യതയുണ്ട്. ആരോപണങ്ങളൊക്കെ കുറച്ച് കേൾക്കുവാനുള്ള യോഗമുള്ള ഒരു വർഷം കൂടിയാണ്. മനസ്സറിയാത്ത കാര്യങ്ങൾ, മനസ്സിൽ ചിന്തിക്കാത്ത കാര്യങ്ങൾക്കൊക്കെ ചെറിയ ചെറിയ ആരോപണങ്ങൾ കേൾക്കുകയും അതേക്കുറിച്ച് ഓർത്തിരുന്ന് വിഷമിക്കുകയൊക്കെ ചെയ്യേണ്ട വരുന്ന ഒരു വർഷം കൂടിയാണ്. ആരോടും വഴക്കൊന്നും ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം സൂക്ഷിക്കേണ്ട വർഷമാണ്. നമ്മൾ തൊഴിൽ സംബന്ധമായിട്ടൊക്കെ ഒരു മാറ്റം ഉണ്ടാവാൻ, അല്ലെങ്കിൽ തൊഴിലിലൊക്കെ ഒരു പുരോഗതിയൊക്കെ ഉണ്ടാവാൻ സാധിക്കുന്ന വർഷമാണിത്. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തുക തന്നെ വേണം. യോഗ, മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ, എക്സസൈസൊക്കെ കൃത്യമായിട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് തേടി എത്തും. വളരെ കാലമായി ശത്രുശല്യം കൊണ്ടൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും വിഘ്നങ്ങളായിരുന്നു, ഒന്നും നടക്കാതെ വളരെ വിഷമിച്ച് സങ്കടപ്പെട്ടിരുന്നവരൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും അതിലുപരി കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന വർഷമാണ്. വിദേശ യാത്രകൾ, വിദേശത്ത് പോകാനുള്ള യോഗങ്ങളൊക്കെ നടക്കുന്ന വർഷമാണ്. വളരെ കാലമായി വിദേശത്ത് നാട്ടിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അത് സാധിക്കുന്ന വർഷമാണ്. ഒരുപാട് ജീവിത പുരോഗതികൾ എത്തിപ്പിടിക്കുമ്പോൾ അതനുസരിച്ച് നമുക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും വർദ്ധിക്കും എന്നുള്ള രീതിയിൽ ശരിയായ രീതിയിലുള്ള ഈശ്വര പ്രാർത്ഥനകൾ കൂടി ചെയ്യുന്നത് നന്നായിരിക്കും. ശനിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ എള്ളുതിരി അല്ലെങ്കിൽ നീരാഞ്ജനം ഒക്കെ കത്തിക്കുന്നതും ശിവഭഗവാന് ധാര നടത്തുന്നതും ഒക്കെ ഉത്തമം തന്നെയാണ്.
ആലോചനയില്ലാത്ത പ്രവൃത്തി കൊണ്ട് അബദ്ധങ്ങളിലൊന്നും ചെന്ന് ചാടാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കണം. അതുപോലെ തന്നെ നമ്മുടെ സംസാര ശൈലി കൊണ്ട് ശത്രുക്കളെ ഉണ്ടാക്കാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കണം. അതുപോലെ തന്നെ പാരിതോഷികങ്ങളൊക്കെ നേടുന്നതിനും അവാർഡുകളൊക്കെ കിട്ടുന്നതിനും സാധ്യതയുള്ള വർഷമാണ്. കലാസാഹിത്യ മേഖലകളിലൊക്കെ നിൽക്കുന്നവർക്ക് നല്ല പുരോഗതിയും നേട്ടങ്ങളും നല്ല നല്ല തൊഴിലവസരങ്ങളും വന്നെത്തുന്ന വർഷം കൂടിയാണ് കേട്ടോ ഇത്, ഈ 2025. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചെറിയൊരു വിഘ്നങ്ങളും ഒക്കെ കണ്ടുവരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയങ്ങളിൽ കൃത്യമായുള്ള അവനവൻ്റെ ആചരണം അനുസരിച്ചുള്ള പ്രാർത്ഥനാധികാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ ചെലവ് ലേശം വർദ്ധിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. വരവുണ്ടെങ്കിലല്ലേ ചെലവ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ചെലവ് കുറച്ച് നമുക്ക് വർദ്ധിക്കും. അത് നമുക്ക് കൂടുതൽ അഭിവൃദ്ധിയിലേക്കും മേന്മയിലേക്കുമൊക്കെ കൊണ്ടുചെന്നെത്തിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അതുപോലെ തന്നെ അതീവ രഹസ്യങ്ങളൊന്നും പ്രത്യേകം നമ്മൾ അധികം ആൾക്കാരോട് ഷെയർ ചെയ്യാതിരിക്കാം. സ്വന്തം വ്യക്തിപരമായിട്ടുള്ള രഹസ്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അത് അനുകൂലമായിട്ട് അവർ കേട്ടാലും നാളെ നമുക്കത് പ്രതികൂലമായിട്ടൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഉന്നതരായ വ്യക്തികളുമായിട്ടൊക്കെ സമ്പർക്കത്തിൽ ഏർപ്പെടാനുള്ള അല്ലെങ്കിൽ അവരുമായിട്ടൊക്കെ പരിചയത്തിൽ വരുന്നതിനും അതുവഴി തൊഴിൽ നേട്ടമുണ്ടാകാനുമൊക്കെ സാധ്യതയുള്ള വർഷമാണ്. ആരോഗ്യപരമായ കാര്യങ്ങളിലുള്ള ശ്രദ്ധ കൂടി ഒന്ന് പുലർത്തിയാൽ വളരെയധികം നേട്ടങ്ങളും വിജയങ്ങളും നേടാൻ പറ്റുന്ന വർഷമാണ്. വിദ്യാർത്ഥികൾക്ക് ഈ വർഷം ഇടയ്ക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും പരിശ്രമം കൊണ്ട് വൻ വിജയങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്ന വർഷമാണ്. ഇപ്പോൾ സാധാരണ നമ്മൾ 1 മണിക്കൂർ പഠിക്കുമെങ്കിൽ കുറച്ചുകൂടെ കൂട്ടി ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ, ഉദാഹരണം കേട്ടോ, ഇനി 1 മണിക്കൂർ പഠിക്കാവുള്ളൂ എന്നല്ല, പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ നേട്ടങ്ങളൊക്കെ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. കാരണം അല്ലാതെ ചെയ്യുന്നതിനെ കഴിഞ്ഞ് കുറച്ചും കൂടി ഒന്ന് എക്സ്ട്രാ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ലാതെ ഈ വർഷം പരീക്ഷാധികാരികളിലൊക്കെ വിജയം നേടുന്നതിനും തൊഴിൽ നേടുന്നതിനുമൊക്കെ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്ന വർഷമാണ്. വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും. നാട്ടിൽ തന്നെയുള്ള ബന്ധുക്കൾ ജനങ്ങളെയൊക്കെ വളരെ നാളുകളായി കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നവർക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ഈ വർഷം ശ്രമിച്ചാൽ സാധിക്കുന്ന വർഷമാണ്. അതുപോലെ തന്നെ നമ്മൾ വളരെ കാലമായിട്ട് വാഹനം സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് നടക്കാതിരുന്നവർക്കും ഈ വർഷം സാധിക്കുന്ന വർഷമാണ്. സന്താന ഭാഗ്യം, പുതിയ പുതിയ തൊഴിലവസരങ്ങൾ, ജീവിത വിജയത്തിന് ഉതകുന്നതായ നല്ല നല്ല നേട്ടങ്ങൾ ഉണ്ടാവുന്ന കാര്യങ്ങൾ, അറിവ്, ഇതൊക്കെ വർദ്ധിക്കുന്ന വർഷമാണ് ഈ 2025. ആരോഗ്യപരമായി ശ്രദ്ധയിൽ കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ വലിയ കുഴപ്പങ്ങളില്ലാതെ വൻ പുരോഗതിയിലേക്ക് എത്തുകയും നല്ലൊരു ബാങ്ക് ഡിപ്പോസിറ്റൊക്കെ നമുക്ക് മീതി വരുത്താനും സാധിക്കുന്ന ഒരു വർഷമാണ് കേട്ടോ ഈ 2025. സാമ്പത്തിക വർധനം ഉണ്ടാകുമ്പോൾ ആ സാമ്പത്തികം നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് പോലെ ഒന്നും ചെയ്തില്ല എങ്കിൽ ചെലവും വരവിനേക്കാളേറി പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പൈസ സേവ് ചെയ്യാനും കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും കേട്ടോ. പൊതുവിലെ വളരെ സൽസ്വഭാവികളും സദാചാര നിഷ്ഠയുള്ളവരുമൊക്കെ തന്നെയാണ് വിശാഖ നക്ഷത്രക്കാര്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ കാര്യത്തിലൊക്കെ ലേശം മനസ്സലിവ് കൂടും. ആ മനസ്സലിവ് പിന്നീട് നമുക്ക് ഒരു മാനസിക ബുദ്ധിമുട്ടായി മാറാതിരിക്കാൻ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ ഒന്ന് ആളും തരവും കണ്ടൊക്കെ സഹായിക്കുന്നത് നല്ലതായിരിക്കും. നമ്മളോട് സഹായം ചോദിക്കുന്ന വ്യക്തിക്ക് അതിന് അർഹതയുണ്ടോ എന്ന് നമ്മൾ കൂടി ഒന്ന് അന്വേഷിക്കേണ്ടതാണ്. ഒരു പരിധിയിലധികം യഥാർത്ഥത്തിൽ സഹായം വേണ്ട വ്യക്തി അത് മറ്റൊരാളോട് ചോദിക്കാൻ അവൻ്റെ ആത്മാഭിമാനം സമ്മതിക്കില്ല. ചിലരുണ്ട്, നമ്മൾ എന്താ പറയുക, കിട്ടുന്നത് ഇങ്ങ് പോരട്ടെ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. അപ്പം നമ്മൾ കൊടുക്കുന്ന ധനം അർഹതപ്പെട്ടവർക്കാണോ എന്ന് നല്ലതുപോലെ വിശകലനം ചെയ്ത് നോക്കിയിട്ട് വേണം കേട്ടോ ആ സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുവാൻ. അല്ലെങ്കിൽ അർഹതയില്ലാത്തവർ മൂലം ദുഷ്പേരുകളും ദുരിതങ്ങളുമൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടി കാണുന്ന വർഷമാണ്. മാനസികമായിട്ട് കുറച്ച് ക്ലേശങ്ങളും വിഷമങ്ങളും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വന്നുകൊണ്ടിരിക്കും. എന്നാലും പൊതുവിൽ വളരെ നല്ല ഗുണഫലങ്ങൾ തന്നെയാണ് ഈ 2025 കേട്ടോ. അപ്പോൾ ഇത്രയും സമയം എന്നോടൊത്തി വൃന്ദാവനത്തിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം.